എവിടെ പോയതാ? വർഷയുടെ വീട്ടിൽ പോയതാ മാമ. മാമൻ എന്താ ചെയ്യുന്നേ? മഴയല്ലേ മോളെ, വെള്ളം കെട്ടി നിൽക്കും. അതെ, ചാലുകീറി പറമ്പിലേക്ക് അങ്ങ് വിട്ടുവാ. ശരി മാമ. ശരി മോളെ. അശ്വ ചേച്ചി, ഇനിയെങ്കിലും ഞാൻ പറയുന്നെന്ന് കേൾക്ക്. ഞാൻ ഉണ്ടാക്കിക്കോളാം, ചേച്ചി ബുദ്ധിമുട്ടണ്ട. എടി, നീ വാ തുറന്നാലാണ് എനിക്ക് ബുദ്ധിമുട്ട്. മിണ്ടാതിരുന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ? അമ്മേ, ആർക്കാ ഒഴിഞ്ഞിട്ടത്? മുളക് കരിഞ്ഞിട്ട് പുറത്ത് നിക്കാൻ വയ്യ. വേറെ ആർക്കാ? പൊന്നൂന് ഒഴിഞ്ഞതാ. സ്വന്തം ജീവൻ പണയം വെച്ചല്ലേ പൊന്നു നിന്നെ രക്ഷിച്ചത്. അതാണെങ്കിൽ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. കണ്ണേറ് തട്ടാതിരിക്കാനാ പൊന്നൂന് ഒഴിഞ്ഞിട്ടത്. നീയാ ശരിക്കും പൊന്നൂന് ഒഴിയേണ്ടത്. അതങ്ങനെ നീ ചെയ്യില്ലല്ലോ. തുണിക്കച്ചവടക്കാരിയുടെ വാക്ക് മാത്രല്ലേ നീ കേക്കൂ. എന്നെ ആര് രക്ഷിച്ചെന്ന് അമ്മയുടെ വിചാരം? അനുമോളെ, ഞാൻ പറയും ചാരു ചേച്ചി. ഒഴിയാൻ നടക്കുന്നു. അമ്മയ്ക്കൊരു കാര്യം അറിയോ? എന്നെ അവന്മാരിൽ നിന്ന് രക്ഷിച്ചത് ശ്രേയല്ല, ഈ നിൽക്കുന്ന ചാരു ചേച്ചിയാ. എന്താണ് നീ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ശ്രേയല്ല, ചാരു ചേച്ചി എന്നെ രക്ഷിച്ചത്. ഒഴിയുന്നുണ്ടെങ്കിൽ അത് ചേച്ചിക്കാ ഒഴിയേണ്ടത്. ചാരു ചേച്ചി പറഞ്ഞതുകൊണ്ടാ ഈ കാര്യം ഞാൻ മിണ്ടാതിരുന്നത്. ഇനി അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അമ്മേ, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ? വെറുതെ അല്ല ആകാശളിയൻ. വിതച്ചവർ വിയർത്തു, കൊയ്തവൻ ചിരിച്ചു എന്നും പറഞ്ഞ് ചിരിയോട് ചിരി ചിരിച്ചോണ്ടിരുന്ന എനിക്ക് അപ്പോഴേ സംശയം തോന്നി. ആകാശളിയൻ ചിരിച്ചെന്നെ ഞാൻ എന്ത് ചെയ്യാന്? നീ എന്റെ വായ അളിയൻ ചിരിച്ചു, ഞാനെന്ത് ചെയ്യാൻ? എന്റെ അനുമോളെ, നീ എന്ത് പണിയായി കാണിച്ചത്? ശ്രേയ അല്ലാതെ ചെയ്തതെന്ന് ഇവിടെ മറ്റാരും അറിയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? ചേച്ചിക്ക് അറിയാലോ, ആ ശ്രേയ കാണുന്നതേ എനിക്ക് വെറുപ്പാ. അങ്ങനൊന്നും പറയല്ലേ മോളെ. പറയാതെ പിന്നെ, അവരുടെ പെരുമാറ്റം അങ്ങനല്ലേ. സ്പീച്ചിന് വേണ്ടി ഞാൻ അവരോട് പോയിന്റ്സ് ചോദിക്കാൻ ചെന്നപ്പോ ഉണ്ടായ അനുഭവം ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലേ. എന്നെ വഴക്കു പറഞ്ഞ് ഇറക്കി വിട്ടു. ഒരു പ്രാവശ്യമെങ്കിലും ശ്രേയ സ്നേഹത്തോടെ നമ്മളെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ ഏട്ടത്തിയമ്മയായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. അതിനിടയ്ക്കാ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഉഴിയാൻ നടക്കുന്ന. കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി. അവക്ക് കണ്ണേറ് കിട്ടണം, ദുഷ്ട. അനുമോളെ, നീ അത് പറഞ്ഞപ്പോ അമ്മായിയുടെ അശ്വസിച്ചൊക്കെ വിഷമം കാണണമായിരുന്നു. നന്നായിപ്പോയി. വണ്ടർ വുമൺ ആന്ന് പറഞ്ഞ് തലേക്കെറ്റി വെച്ചിരിക്കായിരുന്നില്ലേ? രണ്ടിനും ഇതുപോലെ ഒരു അടി കിട്ടുന്ന നല്ലതാ. കണക്കായിപ്പോയി മോളെ. അതല്ല, നിനക്ക് കാര്യങ്ങൾ അറിയാത്തോണ്ടാ. അരവിന്ദേട്ടൻ ശ്രേയ ഭയങ്കര ജീവനാ. അവള് പിണങ്ങിപ്പോയപ്പോ ഉണ്ടായ അനുഭവം അറിയാലോ. അരവിന്ദേട്ടൻ നമ്മളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞില്ലേ? അത് വല്യേട്ടന്റെ കാര്യം. എനിക്ക് ചേച്ചിയെ പോലെ സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും കഴിയില്ല. ഞാൻ ഉള്ളത് പറയും. എന്നെ രക്ഷിച്ചത് ചേച്ചിയാന്നറിഞ്ഞാ
ഇവിടെ ആരെങ്കിലും വന്ന് ചേച്ചിയോട് ഒരു നല്ല വാക്ക് പറയുമോ? ഇല്ലല്ലോ. ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും അങ്ങോട്ടും. അതാ എന്റെ ഒരു രീതി. ആ ചായ ഇങ്ങതാ. സാധാരണഗതിയിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായ അപ്പൊ തന്നെ രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കുന്നവനാ ഞാൻ. പക്ഷെ ഇതിന്റെ ഉദ്ദേശവും സത്യവും ലക്ഷ്യവും എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയല്ലേ. ശ്രേയ ഇപ്പൊ ഇങ്ങ് എത്തും. അതിനു മുന്നേ നമ്മളൊരു തീരുമാനത്തിലെത്തണം. അനുവിനെ കുറെ പൂവാലന്മാർ ഉപദ്രവിക്കാൻ വന്നോന്നും ശ്രേയ അവരെ അടിച്ചു വീഴ്ത്തി പോലീസുകാരെ ഏൽപ്പിച്ചു എന്നൊക്കെ ചാനലുകാരോട് പറഞ്ഞത് ചാരുവാ. അവള് നമ്മുടെ മുന്നിലും അത് തന്നെ പറഞ്ഞു. വേണമെങ്കിൽ ചാനലിനോട് പറഞ്ഞതിനേക്കാൾ അല്പം കൂടുതലായി പറഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷെ അനു ഇപ്പൊ നേരെ തിരിച്ചല്ലേ പറയുന്നേ. ഇതിലേതാ സത്യമെന്ന് ആർക്കാ അറിയാം? ഇനിയിപ്പോ രണ്ടുപേരും പറയുന്നത് സത്യമാണെങ്കിലോ? ഇതേ പായിപ്പാടാ, സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുന്നതിനിടയിൽ വായി തോന്നി വിളിച്ച് പറയരുത്, കേട്ടില്ല? അമ്മേ, എന്റെ ബലമായ സംശയം ഇത് ചാരു അനുവും ചേർന്നുള്ള ഒത്തുകളിയാണെന്നാ. ആ, അത് കറക്റ്റ്. ഇതൊരു ഒത്തുകളി തന്നെയാ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനുവിനെ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റ് ആദ്യം ശ്രേയയ്ക്ക് കൊടുത്തു. പിന്നെ അനുവിനെ കൊണ്ട് തന്നെ അത് മാറ്റി പറയിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇത് ഗൂഢാലോചനയാ. ശ്രേയമാടത്തെ തകർക്കാനുള്ള ചാരുവിന്റെ ഈ നീക്കം നമ്മൾ കാണാതിരിക്കരുത്. ഇവൻ ഇപ്പൊ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ അനുവിനെ പൂവാലന്മാരിൽ നിന്ന് രക്ഷിച്ചത് ശ്രേയ ആയിരിക്കില്ല. ശ്രേയ അല്ലെങ്കിൽ പിന്നെ ആര്? ചാരു തന്നെയാണ് രക്ഷിച്ചെന്നാണോ അമ്മയും പറയുന്നേ? അതെ.